മൺസൂൺ മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ആസാം വാള കൃഷിയിൽ 100 മേനി വിളയിച്ച് കരിവള്ളൂരിലെ രാധാപ്രഭാകരൻ. മാടായി മത്സ്യഭവന്റെ സഹകരണത്തോടെ കഴിഞ്ഞ 7 വർഷമായി മത്സ്യകൃഷി നടത്തിവരുന്ന കർഷകയാണിവർ. This news sponsored by Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യലഭ്യത ഉറപ്പുവരുത്താനും വിഷരഹിത മത്സ്യം ലഭ്യമാക്കുന്നതിനുമായി കണ്ണൂർ ജില്ലാ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പ്രത്യേക പദ്ധതിയാണ് മൺസൂൺ മത്സ്യസമൃദ്ധി. ഇതിന്റെ ഭാഗമായി മാടായി മത്സ്യഭവന്റെ പരിധിയിൽ വരുന്ന കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ രാധാപ്രഭാകരൻ നടത്തിയ ആസാം വാളകൃഷിയിലാണ് 100 മേനി വിളവ് ലഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് പി രമേശൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വിവിധോദ്ദേശ പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിലയിരുത്താൻ പറ്റും. അതിൻ്റെ കൃഷി, അതിൻ്റെ വിപണനം ഒക്കെ അതിൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നൊരു സംരംഭമായിട്ടത് മാറുന്നുണ്ട്. ഇത് നമ്മുടെ പ്രദേശത്തെ എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള സംവിധാനവും കാഴ്ചപ്പാടും എല്ലാം ഉണ്ടാക്കിയ നമുക്ക് കരുളപ്പേളം പഞ്ചായത്തിൽ. ചടങ്ങിൽ വാർഡ് മെമ്പർ കെ സജിനി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ AR അനുഷ, അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ AS ആസിഫ്, മാടായി മത്സ്യഭവൻ ഓഫീസർ CV ആശ, ഫിഷറീസ് വകുപ്പിലെ അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ M തമ്പായി, LR അക്ഷിത, K അഖിൽ എന്നിവർ സംസാരിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയിലൂടെ കഴിഞ്ഞ 7 വർഷക്കാലമായി മത്സ്യകൃഷി ചെയ്തു വരുന്ന കർഷകയാണ് രാധാപ്രഭാകരൻ. നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഇവർ വിളവ് കൃത്യമായി വിൽപ്പനയും നടത്തുന്നു. പടുതാക്കുളത്തിലെ ആസാം വാളയാണ് നിലവിൽ കൃഷി ചെയ്യുന്നത്. ഈ പദ്ധതി പ്രകാരം 1000 മത്സ്യക്കുഞ്ഞുങ്ങളും തീറ്റ വാങ്ങുന്നതിനുള്ള ചെലവിൻ്റെ 30% തുകയും കർഷകർക്ക് സബ്സിഡിയായി ലഭിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.